ഖുറാനിലെ സൂറത്തുൽ കഹ്ഫ് 18:9 മുതൽ 26 വരെ വിവരിക്കപ്പെടുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിശ്വാസത്തിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. ഇത് മരണാനന്തര ജീവിതത്തെയും അള്ളാഹുവിന്റെ പരിപാലനത്തെയും തെളിയിക്കുന്ന അത്ഭുതകരമായ സംഭവമാണ്. രാത്രിയുടെ ഇരുട്ട് നഗരം മുഴുവൻ മൂടിയിരുന്നു. വിപുലമായ കൊട്ടാരത്തിന്റെ മുകളിൽ ദീപങ്ങൾ കത്തുന്നു. അതിന്റെ അടിയിൽ ഭയത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന ഒരു ജനത. ആ രാജാവിന്റെ പേര് ഡെസിയസ്. അവന്റെ നിയമം വ്യക്തമായിരുന്നു. എന്നെ ആരാധിക്കണം, വിഗ്രഹങ്ങളെ ആരാധിക്കണം, അല്ലെങ്കിൽ ശിക്ഷ. പക്ഷേ അവിടെ ചില യുവാക്കളുണ്ടായിരുന്നു. രഹസ്യമായ വിശ്വാസം. അവർ രാത്രിയിൽ ഒത്തുകൂടി. നമ്മുടെ റബ്ബ് ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബാണ്, ഒരാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. മറ്റൊരാൾ ചേർത്തു, അവനെ വിട്ട് മറ്റാരെയും ഞങ്ങൾ ആരാധിക്കില്ല. അവർക്കറിയാമായിരുന്നു ഈ വാക്കുകൾ അവരുടെ ജീവൻ കൊണ്ടുപോകും. എന്നാൽ അവർ തിരഞ്ഞെടുത്തത് സത്യമായിരുന്നു. ഒരു രാത്രി അവർ നഗരം വിട്ടു. പിറകിൽ ചന്ദ്രപ്രകാശം, മുന്നിൽ മലകൾ, ഒരു ഗുഹ അവരുടെ അഭയം. അവർക്കൊപ്പം ഒരു നായയും ഓടിവന്നു. അത് ഗുഹാമുഖത്ത് കാവലായി കിടന്നു. ഗുഹയുടെ ഇരുണ്ട അന്തരീക്ഷത്തിൽ അവർ കൈകളുയർത്തി പ്രാർത്ഥിച്ചു, റബ്ബേ, നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകേണമേ, ഞങ്ങളുടെ കാര്യത്തിൽ ശരിയായ വഴിയൊരുക്കേണമേ. അപ്പോൾ നിശബ്ദത, കാറ്റുപോലും നിൽക്കുന്നതുപോലെ. അവർ ഉറങ്ങിത്തുടങ്ങി. ഒരു ദിവസം, 2 ദിവസം, 1 വർഷം, അല്ല, 3 നൂറ്റാണ്ടുകൾ. അതെ, 300 വർഷങ്ങൾ. സൂര്യൻ ഉദിച്ചു, അസ്തമിച്ചു. രാജ്യങ്ങൾ മാറി, ഭരണാധികാരികൾ മാറി, ചരിത്രം മാറി. പക്ഷേ ഗുഹയിൽ അവർ ഉറങ്ങി. അല്ലാഹു അവരെ വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചുകിടത്തി. കണ്ണുകൾ തുറന്നതുപോലെ തോന്നിച്ചു. നായ കാവലായി. അവരെ കണ്ടവർ ഭയന്ന് പിന്മാറി. ഒരു ദിവസം ഗുഹാമുഖം തുറന്നു. ഒരിടയൻ അവിടേക്ക് കടന്നുവന്നു. അപ്പോൾ അവർ ഉണർന്നു. നമ്മൾ എത്ര നേരം ഉറങ്ങി? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. 1 ദിവസം, അല്ലെങ്കിൽ പകുതി ദിവസമായിരിക്കാം. അവർക്ക് 300 വർഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞിരുന്നില്ല. ഭക്ഷണം വാങ്ങാൻ ഒരാളെ അയച്ചു. അവൻ പഴയ നാണയം കൈമാറി. വ്യാപാരി നോക്കി. വിസ്മയം. ഇത് രാജാവ് ഡെസിയസിന്റെ കാലത്തെ നാണയം. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ജനങ്ങൾ ചുറ്റും കൂടി. അവനെ ന്യായാധിപന്റെ മുന്നിലെത്തിച്ചു. സത്യം വെളിവായി. 300 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ രാജാവ് തിയോഡോസിയസ് രണ്ടാമന്റെ കാലഘട്ടം. ഇപ്പോൾ ജനങ്ങൾ വിശ്വാസത്തെ അംഗീകരിച്ചിരിക്കുന്നു. രാജാവ് ഗുഹയിലേക്കെത്തി. സംഭവം കണ്ടു. അവൻ സാഷ്ടാംഗം വീണു. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. യുവാക്കൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയായി എന്ന് മനസ്സിലാക്കി. അവർ വീണ്ടും ഗുഹയിലേക്ക് മടങ്ങി. ശാന്തമായി അവിടെ അവർ മരണത്തിലേക്ക് പ്രവേശിച്ചു.